3 കർക്കിടകക്കഞ്ഞി വെച്ചു. നാലാമത്തെയാണ് വെക്കുന്നത് ചെറുപയറാണ്. അത് നമ്മൾ നാഴി ചെറുപയറും നാഴിയുരി കുത്തിരിയാണ് വെക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ കണക്ക്. നാഴിയുരി പയറും കുക്കറെ കയറ്റി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ചെറുപയറും അരിയും കൂടെ വേഗം വെച്ചിരിക്കുകയാണ്. ചെറുപയറും കുത്തരിയാണ് നമ്മൾ കൂടെ ഇട്ടിരിക്കുന്നത്. ആ കുത്തരിയും ചെറുപയറും കൂടെ വേകുമ്പം ഇങ്ങനെ ഈ പരുവത്തിൽ തന്നെ കിട്ടണം, കണ്ടമാനം ആകാതെ കിട്ടണം. എന്നാലേ നമുക്ക് ആ മരുന്ന് കഞ്ഞി ഇതാകത്തുള്ളൂ. കേട്ടോ, സൂപ്പറായിട്ട് ഇരിക്കണം. നമ്മളിപ്പം ചക്കരയാണ് നമ്മൾ ആവശ്യത്തിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂടെ നമ്മൾ ജീരകവും ഏലക്കായും തേങ്ങയും കൂടെ നല്ലപോലെ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിനി അതിൻ്റെ കൂട്ടാണ് ഇടുന്നത്. ചക്കര നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനി നല്ലപോലെ ഇളക്കി നല്ല സമം ആക്കി വെക്കണം. നല്ലപോലെ ഇളക്കണം. അപ്പം അതിൻ്റെ കറക്റ്റായിട്ട് വരും. നമുക്ക് എന്തുമാത്രം നെയ്യ് വെള്ളം ചേർക്കാം, അതിൻ്റെ നല്ല രുചി കിട്ടും. ഞാനിപ്പം നമ്മൾ ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. നമ്മൾ കർക്കിടകക്കഞ്ഞിയാണ്. നമ്മളിപ്പോൾ 3 എണ്ണം വെച്ചാൽ നാലാമത്തെയാണ്. ഇത് ചെറുപയർ കഞ്ഞിയാണ്. ചെറുപയറും അരിയും കൂടെ നമ്മൾ ആദ്യം കുക്കറിട്ട് നല്ലപോലെ വേവിക്കുകയാണ്. വേവിച്ച് കഴിഞ്ഞാണ് നമ്മൾ ചക്കര, തേങ്ങ അരച്ചത്, ഏലക്ക, നല്ല ജീരകം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽപ്പൊടിയാണ്. അതിൻ്റെ പാൽപ്പൊടി ചേർക്കാൻ നമുക്ക് നല്ല കൂടാതിരിക്കാൻ ഈ പാൽപ്പൊടി നമ്മൾ ചേർക്കുന്നത്. പാൽപ്പൊടി നമ്മൾ ചേർക്കുകയാണ്. നമ്മുടെ കർക്കിടകക്കഞ്ഞി റെഡിയായി. ഇതുപോലെ ഇരിക്കണം. കഞ്ഞി വെച്ച് നമുക്ക് സ്പൂണ് നല്ല കോരി കഴിക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇനി വേണ്ടത് എന്നുവെച്ചാൽ നമ്മൾ എന്നൊക്കെ വെച്ചാൽ ചെറുപയറും കുത്തരിയും കൂടെ ആദ്യം നമ്മൾ വേവിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങയും നല്ല ജീരകവും ഏലക്കായും കൂടി നമ്മൾ അരച്ചിട്ടു. അത് നല്ലപോലെ നമ്മൾ ഇളക്കി നല്ല മിശ്രമാക്കിയ ശേഷമാണ് നമ്മൾ ചക്കര നല്ലപോലെ പൊടിച്ച് നമ്മൾ ചേർക്കുന്നത്. ചക്കര പൊടിച്ച് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചേർക്കുന്നത് നെയ്യാണ്. നെയ്യ് നമ്മൾ എത്രയും കൂടുതൽ ചേർക്കുന്നോ അത്രയും നല്ലതാണ്. ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ ശരീരത്തിൽ നെയ്യൊക്കെ ശരീരത്തിൽ നല്ലതാണ്. ശരീരത്തിന് പ്രതിരോധ ശക്തി നമുക്ക് കിട്ടാനാണ് നമ്മൾ നെയ്യൊക്കെ ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ കർക്കിടകത്തിലുള്ള ഈ 5 കഞ്ഞി നമ്മൾ കുടിച്ചാൽ നമുക്ക് ശരീരത്തിന് നല്ല ബലവും ശക്തിയും, നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ കിട്ടും. നമുക്ക് ആരോഗ്യത്തിന് നല്ല ബലം, നല്ല ശക്തി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ജോലി ചെയ്യാനൊക്കെ ഉന്മേഷവും ഒക്കെ കിട്ടും. അതാണ് നമ്മളിങ്ങനെ കർക്കിടകത്തിൽ 5 കഞ്ഞി കുടിക്കുന്നത് എല്ലാവരും.